ഇത് പെലെ എന്ന ബ്രസീലിൽ നിന്നുള്ള ഒരു കുട്ടിയുടെ കഥയാണ്. ഫുട്ബോളിന്റെ ചരിത്രം മുഴുവനായി മാറ്റിമറിച്ച ഒരു മഹാനായ കളിക്കാരൻ. വെറും 17-ാം വയസ്സിൽ തന്നെ തന്റെ പേരും തന്റെ രാജ്യമായ ബ്രസീലിന്റെ പേരും ചരിത്രത്തിന്റെ ഏറ്റവും മുകളിലേക്ക് എത്തിച്ചു. അവൻ ദാരിദ്ര്യത്തിൽ ജീവിച്ച ഒരു കുടുംബത്തിൽ നിന്നായിരുന്നു വന്നത്. പണമില്ലാത്തതിനാൽ അവൻ തുണിത്തുണ്ടുകൾ ചേർത്ത് ഒരു പന്തുണ്ടാക്കി കൂട്ടുകാരനോടൊപ്പം കളിക്കുമായിരുന്നു. അവൻ തന്റെ മുഴുവൻ പ്രദേശത്തെയും ഒരു ഫുട്ബോൾ മൈതാനമാക്കി മാറ്റി. ചാടിക്കൊണ്ട് പന്ത് അടിക്കുന്നതിലും പന്തിൽ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലും അവനിൽ ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അവസാനം 1950 എന്ന ദിവസം എത്തി. ഇന്ന് ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ ആയിരുന്നു. ഗ്രാമവാസികൾ റേഡിയോയിൽ അത് കേൾക്കുകയായിരുന്നു. എതിരാളികൾ ഒരു ഗോൾ നേടി. പെലെയും മേൽക്കൂരയിൽ നിന്ന് മത്സരം കേട്ടുകൊണ്ടിരുന്നു. പിന്നെയും അവർ ഗോൾ നേടി. ഒടുവിൽ ബ്രസീൽ 2-1 തോറ്റു. എല്ലാവരും നിരാശപ്പെട്ടു. പക്ഷേ ഏറ്റവും കൂടുതൽ വേദനിച്ചത് പെലെയുടെ അച്ഛനായിരുന്നു. അദ്ദേഹം കരഞ്ഞു. അച്ഛന്റെ കണ്ണീർ കണ്ടപ്പോൾ പെലെയുടെ കണ്ണിലും കണ്ണീർ നിറഞ്ഞു. എന്നാൽ ആ തോൽവി പെലെയുടെ ഉള്ളിൽ ഒരു തീ പടർത്തി. സുനാമിയിലും അണക്കാൻ കഴിയാത്ത തീ. ആ രാത്രി തന്നെ അവൻ അച്ഛനോട് പറഞ്ഞു, "അച്ഛാ, ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, ഒരു ദിവസം ബ്രസീലിനായി വേൾഡ് കപ്പ് നേടും." എന്നാൽ അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "മകരെ, നീ ഇനിയും ചെറുപ്പമാണ്." ആവേശത്തിൽ പറഞ്ഞതാണ്, പഠനത്തിൽ ശ്രദ്ധിക്കുക. ഒരു ദിവസം ചില സമ്പന്ന കുട്ടികൾ ഒരു ചെറിയ ഫുട്ബോൾ ടൂർണമെന്റിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ജയിക്കുന്നവർക്ക് അന്താരാഷ്ട്ര മത്സരത്തിൽ കളിക്കാൻ അവസരം ലഭിക്കും. ഇത് കേട്ട പെലെയും കൂട്ടുകാരും ടൂർണമെന്റിൽ പങ്കെടുത്തു. ആദ്യം പെലെയുടെ കൂട്ടുകാർ ഗോൾ നേടി. പിന്നീട് പെലെയും ഗോൾ നേടി. അതേസമയം സമ്പന്ന കുട്ടികളും വിജയിച്ച് മുന്നോട്ടു പോയി. ഇങ്ങനെ രണ്ടു ടീമുകളും ഫൈനലിലെത്തി. സമ്പന്ന കുട്ടികൾ പെലെയുടെ കൂട്ടുകാരെ ചെരുപ്പില്ലെന്ന് പരിഹസിച്ചു. വീട്ടിൽ അച്ഛൻ അവനെ പ്രോത്സാഹിപ്പിച്ചു. കാരണം അവൻ രഹസ്യമായി ടൂർണമെന്റിന് പങ്കെടുത്തതായി അച്ഛന് അറിയാമായിരുന്നു. ഫൈനൽ സമയം എത്തി. പെലെയുടെ കൂട്ടുകാരൻ പഴയ സാധനങ്ങളിൽ നിന്ന് ചില ചെരുപ്പുകൾ കൊണ്ടുവന്നു. എല്ലാവരും അതേ വലിയ ചെരുപ്പുകൾ ധരിച്ചു. അങ്ങനെ സമ്പന്ന കുട്ടികൾ അവനെ പെലെ എന്ന് വിളിച്ചു. അതുകൊണ്ട് അവൻ കോപിച്ചു. പക്ഷേ കൂട്ടുകാർ അവനെ ശാന്തമാക്കി. മത്സരം തുടങ്ങി. എതിരാളികൾ ആദ്യ ഗോൾ നേടി. പെലെയുടെ ടീം ദുർബലമായി. കൂട്ടുകാർ വലിയ ചെരുപ്പുകൾ കാരണം വീണുപോയി. എതിരാളികൾ 4 ഗോൾ നേടി. കുറച്ചു സമയത്തിന് ശേഷം പെലെ പെലെ എന്ന് വിളികൾ കേട്ട് അവൻ കോപിച്ചു. പിന്നെ അച്ഛനെ നോക്കിയപ്പോൾ അവൻ ശാന്തനായി. ചെരുപ്പ് ഊരിക്കളഞ്ഞു. എല്ലാവരും അവനെ പരിഹസിച്ചു. ചെരുപ്പില്ലാതെ ആരാണ് ഫുട്ബോൾ കളിക്കുന്നത്? എന്നാൽ പെലെ തന്റെ ഉള്ളിലെ കഴിവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സ്ലം തെരുവുകളിൽ പോലെ അവൻ പന്ത് കാലിൽ ഉയർത്തി. എതിരാളികൾ അവനെ ചുറ്റി. പക്ഷെ അവൻ തന്റെ രീതിയിൽ പന്ത് ഗോൾ വശത്തേക്ക് കൊണ്ടുപോയി. എതിരാളികൾക്ക് പന്ത് തൊടാൻ പോലും കഴിഞ്ഞില്ല. എല്ലാവരും അതിശയിച്ചു. അങ്ങനെ പെലെ ആദ്യ ഗോൾ നേടി, അതുപോലും ചെരുപ്പില്ലാതെ. തുടർന്ന് അതേ ആവേശം കൂട്ടുകാർക്കും പകരപ്പെട്ടു. പെലെ തുടർച്ചയായി ഗോൾ നേടി. എതിരാളികൾ ആശയക്കുഴപ്പത്തിലായി. ഒരു മനുഷ്യന്റെ ഉള്ളിലെ ആവേശം ഉണർന്നാൽ അവൻ ഏറ്റവും വലിയ ശക്തികളെയും നേരിടാൻ കഴിയും. അവസാനം പെലെ തുടർച്ചയായി 5 ഗോൾ നേടി. പക്ഷേ സമയം തീർന്നതിനാൽ മത്സരം തോറ്റു. എന്നിരുന്നാലും എല്ലാവരും പെലെ പെലെ എന്ന് വിളിച്ച് കൈയടിച്ചുകൊണ്ട് അവൻ ജയിച്ചവനെ പോലെ സന്തോഷിച്ചു. ആ ദിവസത്തിൽ നിന്ന് അവൻ പെലെ എന്ന